എല്ലാവർക്കും നമസ്കാരം. ഒരു ഫാർമ കമ്പനിയിൽ ഒരു ട്രെയിനിങ് കഴിഞ്ഞു, അറ്റൻഡൻസ് ഷീറ്റിൽ ഒരു ഒപ്പുമിട്ടു, അപ്പോ കാര്യം കഴിഞ്ഞു അല്ലേ? പലരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷേ സത്യം അതല്ല. നമുക്ക് ആ ധാരണയൊന്ന് മാറ്റിവെച്ചാലോ? കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ട്രെയിനിങ്ങിനെക്കുറിച്ചല്ല, അതിന്റെ യഥാർത്ഥ ഫലത്തെക്കുറിച്ചാണ്. അതായത് ട്രെയിനിങ് ഇഫക്റ്റീവ്നെസ്. എന്താണിത്? ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഇതിനെന്ത് ഇത്ര പ്രാധാന്യം? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ശരി, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിക്കേ. രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇടതുവശത്ത് പരിശീലനം, അതായത് എന്താ, ക്ലാസ്സിൽ വന്നു, അറ്റൻഡൻസ് ഷീറ്റിൽ ഒപ്പിട്ടു, പോയി, അത്രയുള്ളൂ. പക്ഷെ വലതുവശത്ത് നോക്കൂ, പരിശീലന ഫലപ്രാപ്തി. അത് വേറെ ലെവലാണ്. ആ ട്രെയിനിങ് കാരണം നിങ്ങളുടെ ജോലി ചെയ്യുന്ന രീതിക്ക് ശരിക്കും എന്തെങ്കിലും മാറ്റം വന്നോ? അതാണ് ചോദ്യം. ആ പേപ്പറിൽ ഒപ്പിടുന്നതും ജോലിയിൽ മാറ്റം വരുന്നതും തമ്മിലുള്ള ആ ഒരു വലിയ ഗ്യാപ്പില്ലേ, അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പലയിടത്തും ഒരു ട്രെയിനിങ് കഴിയുമ്പോൾ അതൊരു ടാസ്ക് കഴിഞ്ഞ പോലെയാണ്. ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തു, കഴിഞ്ഞു. പക്ഷേ ഫാർമ ഇൻഡസ്ട്രിയിൽ അതൊരു അവസാനമല്ല. സത്യം പറഞ്ഞാൽ അതൊരു തുടക്കം മാത്രമാണ്. വെറുതെ ഒരാൾക്ക് ട്രെയിനിങ് കൊടുത്തുവെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ശരിക്കും അവർക്ക് ഉപകാരപ്പെട്ടോ, ജോലിയിൽ മാറ്റം വന്നോ എന്നൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണം. എന്തുകൊണ്ടാണിത് ഇത്ര നിർബന്ധം പിടിക്കുന്നൊരു കാര്യം എന്നല്ലേ നമുക്ക് നോക്കാം. അപ്പോ എന്തിനാണ് നമ്മളിത് ഇത്ര കാര്യമായിട്ടെടുക്കുന്നത്? ഇത് വെറും ഒരു ഗുഡ് പ്രാക്ടീസ് അല്ല, മറിച്ചൊരു മസ്റ്റ് ഹാവ് ആണ്. അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ: റെഗുലേറ്റർമാർ. FDA പോലെയുള്ള ലോകമെമ്പാടുമുള്ള ഫാർമ റെഗുലേറ്ററി ഏജൻസികൾ. അവരെന്താണ് ശരിക്കും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അതാണ് അടുത്ത പോയിന്റ്. ഒരു ഓഡിറ്റർ നിങ്ങളുടെ കമ്പനിയിലേക്ക് വരുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ അവരുടെ എല്ലാം മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ കാതലായ ചോദ്യം ഇതാണ്: നിങ്ങൾ കൊടുത്ത ഈ ട്രെയിനിങ് കൊണ്ട് ശരിക്കും ജോലി ചെയ്യുന്ന രീതിക്ക് വല്ല മാറ്റവും വന്നോ? നിങ്ങൾ 100 ട്രെയിനിങ് റെക്കോർഡുകൾ കാണിച്ചോളൂ, ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കാണിച്ചോളൂ, അതൊന്നും അവർക്ക് വിഷയമല്ല. ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അവർക്ക് വേണ്ടത്. ഇനിയാണ് ശരിക്കുള്ള കഴി. ഓഡിറ്റർമാർ വെറുതെ നിങ്ങളുടെ ഫയലും റെക്കോർഡും നോക്കി ഓഫീസിലിരിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. അവർ നേരെ ഷോപ്പ് ഫ്ലോറിലേക്ക് വരും. എന്നിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരാളെ പിടിച്ചു നിർത്തി സംസാരിക്കും. അവർ പ്രധാനമായും ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഒന്ന്, നിങ്ങൾക്ക് SOP ശരിക്കും മനസ്സിലായോ? എന്താണ് SOP? അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഒരു ജോലി എങ്ങനെ കൃത്യമായി ചെയ്യണമെന്ന് പറയുന്ന ഡോക്യുമെന്റ്. 2, ആ ജോലി നിങ്ങൾക്ക് ശരിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 3, ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ഈ SOP അനുസരിച്ചാണോ ചെയ്യുന്നത്? ഇതൊക്കെ അവർ നേരിട്ട് കണ്ടു ബോധ്യപ്പെടും, അല്ലാതെ വെറുതെ പേപ്പറിൽ വിശ്വസിക്കില്ല. അപ്പോൾ പിന്നെ ഓഡിറ്റർ അന്ന് നമ്മളെ പിടിക്കുന്നതിന് മുൻപ് നമ്മൾ കൊടുത്ത ട്രെയിനിങ് ഒക്കെ വർക്കാവുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ ഒന്ന് ഉറപ്പിച്ചാലോ? അതിന് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള കുറച്ച് വഴികളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. സങ്കീർണമായ രീതികളൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈ 4 സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തത്, ട്രെയിനിങ് കഴിഞ്ഞുടനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. അവർക്ക് കാര്യം കിട്ടുമെന്ന് അപ്പം തന്നെ അറിയാലോ. 2, ആ ജോലി ഒന്ന് ചെയ്ത് കാണിക്കാൻ പറയുക. തിയറി മാത്രം പോരല്ലോ, പ്രാക്ടിക്കലായിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. 3, അവരുടെ സൂപ്പർവൈസറോടൊന്ന് ശ്രദ്ധിക്കാൻ പറയുക. ദിവസവും അവരെ കാണുന്നത് സൂപ്പർവൈസറാണല്ലോ. ഇനി 4മത്തത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഡേറ്റ നോക്കുക. ആ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ആ ഏരിയയിലെ തെറ്റുകൾ കുറഞ്ഞോ? ഉദാഹരണത്തിൽ, ഒരു മെഷീൻ ഓപ്പറേറ്റർക്ക് ട്രെയിനിങ് കൊടുത്തോ, അതിനുശേഷം ആ മെഷീനുമായി ബന്ധപ്പെട്ട എററുകളുടെ എണ്ണം കുറഞ്ഞോ? അതാണ് ശരിക്കുള്ള തെളിവ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ ട്രെയിനിങ്ങിനും പ്രധാനമാണ്. എന്നാലും ചില ഏരിയകൾ അതൊരു ഹോട്ട്സ്പോട്ടാണ്. ഓഡിറ്റർമാർ അങ്ങോട്ടൊരു പ്രത്യേക നോട്ടം വയ്ക്കും. അതാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. SOP ട്രെയിനിങ്, GMP ട്രെയിനിങ്, അതായത് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ്, മരുന്നുകൾ നല്ല നിലവാരത്തിലുണ്ടാക്കാനുള്ള നിയമങ്ങൾ, പിന്നെ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വരുത്തുമ്പോഴുള്ള ട്രെയിനിങ്, അതുപോലെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ജോലികളും മെഷീനുകളും. ഈ ഏരിയകളിൽ ട്രെയിനിങ് എഫക്റ്റീവ് ആണെന്ന് നമ്മൾ തെളിയിച്ചേ പറ്റൂ. ഒരു രക്ഷയില്ല. ഇനി നമ്മൾ കൊടുത്ത ട്രെയിനിങ് ഒരു പരാജയമായിരുന്നു എന്നതിന് ഇതിലും വലിയൊരു തെളിവ് വേറെയില്ല. റെഗുലേറ്റർമാർ ഒരു ചുവന്ന കൊടി കാണിക്കുന്നത് പോലെയാണ് ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്. അതാണ് ആവർത്തിക്കുന്ന തെറ്റുകൾ. ഒരു തവണ തെറ്റുപറ്റി നമ്മൾ ട്രെയിനിങ് കൊടുത്തു, എന്നിട്ടും വീണ്ടും അതേ തെറ്റ് ആവർത്തിച്ചാലോ? ഒന്നാലോചിച്ച് നോക്കൂ. ഒരു ഡീവിയേഷൻ ഉണ്ടായി, അതായത് ഒരു വ്യതിയാനം. നമ്മൾ അതിൻ്റെ കാരണക്കാരെയൊക്കെ വിളിച്ച് നല്ലൊരു ട്രെയിനിങ് കൊടുത്തു. കുറച്ചുനാൾ കഴിഞ്ഞു, കിടക്കുന്നു അതേ ഡീവിയേഷൻ വീണ്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്താ? റെഗുലേറ്റർമാരുടെ പുസ്തകത്തിൽ അതിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ: നിങ്ങൾ കൊടുത്ത ട്രെയിനിങ് ഒരു പരാജയമായിരുന്നു, അത് ഫലപ്രദമല്ല, ഇത് വെറുമൊരു അഭിപ്രായമല്ല, ഓഡിറ്റ് റിപ്പോർട്ടിൽ ചുവന്ന മഷിയിൽ എഴുതാൻ പോകുന്ന ഒരു കണ്ടെത്തലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരേ തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോൾ അതേ ട്രെയിനിങ് തന്നെ വീണ്ടും വീണ്ടും കൊടുക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല, അത് സമയം കളയലാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ട്രെയിനിങ് സിസ്റ്റത്തെ തന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണം. നമ്മുടെ ട്രെയിനിങ് മെറ്റീരിയലാണോ പ്രശ്നം? നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിലാണോ കുഴപ്പം? സിസ്റ്റത്തിലാണ് മാറ്റം വേണ്ടത്, അല്ലാതെ ആളുകളെ വീണ്ടും ഒരേ ക്ലാസ്സിൽ പിടിച്ചിരുത്തുകയല്ല വേണ്ടത്.
ഈ സ്ലൈഡ് ശരിക്കും ഒരു ഓഡിറ്ററുടെ ചെക്ക്ലിസ്റ്റാണ്. ഓഡിറ്റിൽ സാധാരണയായി കാണുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ട്രെയിനിങ് കൊടുത്തു, പക്ഷേ അവർക്ക് മനസ്സിലായോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തില്ല. 2. റെക്കോർഡുണ്ട്, പക്ഷേ ട്രെയിനിങ് എഫക്റ്റീവായിരുന്നോ എന്ന് വിലയിരുത്തിയതിൻ്റെ ഒരു തെളിവുമില്ല. 3. നമ്മൾ നേരത്തെ പറഞ്ഞ സൂപ്പർ വില്ലൻ, ആവർത്തിക്കുന്ന തെറ്റുകൾ. 4. ഒരു കോമഡിയാണ്. ഒരാൾ ചെയ്യുന്ന പണിയുമായി ഒരു ബന്ധവുമില്ലാത്ത വിഷയത്തിൽ ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെ ഓഡിറ്റിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതുവരെ നമ്മൾ ട്രെയിനിങ് ഇഫക്റ്റീവ്നെസ് എന്നൊരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, അല്ലേ? ഇനി നമുക്കിതിനെ ഒരു വലിയ ക്യാൻവാസിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, അതായത് QMS. ഒരു നല്ല QMSന് ഈ വിഷയത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? ഒരു നല്ല ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ ട്രെയിനിങ് എന്നത് ഒരു ഇവന്റ് അല്ല, അതൊരു പ്രോസസ്സാണ്, ഒരു തുടർ പ്രക്രിയ. ഈ സ്ലൈഡിൽ പറയുന്ന പോലെ ആ സിസ്റ്റം തന്നെ ട്രെയിനിങ്ങുകൾ പ്ലാൻ ചെയ്യും, ഓരോരുത്തർക്കും അവരുടെ ജോലിക്ക് വേണ്ട കാര്യങ്ങൾ തന്നെ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കും, അതിൻ്റെ ഫലം പരിശോധിക്കും. പിന്നെ ഏറ്റവും പ്രധാനം, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പഠിച്ച് സിസ്റ്റം സ്വയം മെച്ചപ്പെടുത്തും. ഒരു പ്ലാൻ ഡു ചെക്ക് ആക്ട് സൈക്കിൾ പോലെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അവസാനമായി ഈ ഒരൊറ്റ കാര്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം. ഒരു ട്രെയിനിങ്ങിന്റെ വിജയം അളക്കുന്നത് ഫയലുകളുടെ കനം കൊണ്ടോ സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം കൊണ്ടോ അല്ല. അതിന്റെ യഥാർത്ഥ വിജയം കാണേണ്ട ഒരേയൊരു സ്ഥലമേ ഉള്ളൂ, അത് ഷോപ്പ് ഫ്ലോറാണ്. അവിടെ ഓരോ ജീവനക്കാരനും തെറ്റുകൾ വരുത്താതെ കൃത്യമായി ജോലി ചെയ്യുമ്പോൾ അപ്പോൾ മാത്രം നമുക്ക് പറയാം നമ്മുടെ പരിശീലനം വിജയിച്ചുവെന്ന്. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച നമ്മളിവിടെ നിർത്തുകയാണ്. പോകുന്നതിനു മുൻപ് ഞാൻ നിങ്ങൾക്കായി ഒരു ചോദ്യം തരാം. ഒന്ന് സത്യസന്ധമായി ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ ഷോപ്പ് ഫ്ലോറിൽ അവിടെ നടക്കുന്ന ട്രെയിനിങ്ങുകൾ ശരിക്കും വിജയിക്കുന്നുണ്ടോ, അതോ വെറും പേപ്പറിൽ ഒതുങ്ങിപ്പോകുന്നുണ്ടോ? ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങളാണ്. അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.